BDJSന്റെ കോട്ടയം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ആ പ്രമേയം അനുസരിച്ച് എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? അതായത് BDJSൽ പ്രമേയം പാസാക്കിയിരിക്കുന്നത് വെച്ചാൽ ഈ NDAയിൽ വലിയ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് NDA വിടണം എന്നൊരു പ്രമേയമാണ് BDJSന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി പാസാക്കിയിരിക്കുന്നത്. BJP ഘടകകക്ഷികളെയൊക്കെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ അവഗണന ഇങ്ങനെ സഹിച്ച് അവിടെ തുടർന്നു പോകേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ തോൽവിയൊക്കെ വലിയ ഒരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. BJP സഹകരിച്ചില്ല എന്നാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. മുന്നണി വിടാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ കോട്ടയം ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായി ഇതിന്റെ പ്രതികരണം നമുക്ക് ആരാണ് ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കണം. അവിടെ BDJSന്റെ ജില്ലാ പ്രസിഡന്റ് MP സെന്നിന്റെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം കേട്ടതിന് ശേഷം വളരെ വേഗം നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. നമ്മളിപ്പോഴും BJPയുടെ കരുത്തുറ്റ ഘടകകക്ഷിയായി നിൽക്കുന്ന സാഹചര്യം. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, കോട്ടയം ജില്ലയിലെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാർ തുഷാർജിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം വളരെ കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിച്ചതാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന സമയം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമുക്ക് നിരാശ വന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളെ നമ്മളെ സ്നേഹിച്ച് കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അർഹമായിട്ടുള്ള പരിഗണനകൾ BDJSന് ഈ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP ആണ് നമ്മളെ സഹായിക്കേണ്ടത്. നമുക്ക് അർഹമായ പരിഗണന നൽകേണ്ടത് അവരാണ്. നമുക്ക് അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് നാളുകളിൽ വളർത്താൻ കഴിയൂ. അതിന് വലിയ സംവിധാനങ്ങളുണ്ട്. LDF ഉണ്ട്, UDF ഉണ്ട്. അവര് രണ്ടു കൂട്ടരും നമ്മളെ എടുക്കുവാൻ തയ്യാറാണ്. അവരതിനു വേണ്ടിയിട്ടുള്ള വാതിലുകൾ മലക്കെ തുറന്നിട്ടു. പക്ഷേ നമ്മൾ പോകാൻ തയ്യാറായില്ല. കഴിഞ്ഞ 9 വർഷവും BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ ഘടകകക്ഷിയായി നമ്മൾ പ്രവർത്തിച്ചു. നമ്മൾ ഇതുവരെ പ്രവർത്തിക്കുന്നു. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. പരിഗണന കിട്ടണം. നമുക്ക് ആർക്കും കേന്ദ്രത്തിന്റെയോ സംസ്ഥാന ഇതിന്റെയോ ഒന്നും ഒരു ബോർഡുകളോ കോർപ്പറേഷനുകളോ വേണ്ട. പക്ഷേ പാർട്ടിക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകേണ്ടത് തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. അദ്ദേഹം അത് വേണ്ടെന്നൊക്കെ പറയും. അതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. പക്ഷേ പാർട്ടിക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകിയില്ല എങ്കിൽ ഉചിതമായ തീരുമാനം അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ പാർട്ടി അധ്യക്ഷനും എടുക്കണമെന്നുള്ള വലിയ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഈ ക്യാമ്പിന്റെ അപേക്ഷ അദ്ദേഹത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇതാണ് BDJSന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അവർ മുന്നണി വിടണം എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിൽ പറയുന്ന കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. BJP പരിഗണന കൊടുക്കുന്നില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സനോജ് കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അതിന് മുമ്പ് കാവ്യ, നമുക്ക് BJPയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പാലക്കാട് കണ്ടു BJPക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ തന്നെ പണിയെടുക്കുന്ന പ്രവർത്തകർക്ക് പരിഗണന കൊടുക്കുന്നില്ല എന്ന ആക്ഷേപമാണ് BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അപ്പോഴാണ് കൂടെ നിൽക്കുന്ന BDJS എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെ തീരുമാനത്തിലടക്കം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് എന്ത് സംഭവിക്കും? പക്ഷേ നഗരസഭ ഭരണം വരെ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു. 9 ഇന്നലെ 6 പേരായിരുന്നു, ഇപ്പോൾ 9 പേരാകുമെന്നൊക്കെ കേൾക്കുന്നു രാജ്യഭീഷണി മുഴക്കുന്നത്. ഏതായാലും കോട്ടയത്ത് നിന്ന് സനോജ് കൂടി ചേരുകയാണ്. ഈ BDJSന്റെ പരിഭവം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സനോജ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കനകക്കുന്നിലാണ് നിൽക്കുന്നത്. എന്താണ് BDJSന്റെ പരിഭവം? എന്താണ് അവരുടെ പ്രശ്നം ആക്ച്വലി? മനു, കാവ്യ, ഇന്നലെയാണ് BDJSന്റെ കോട്ടയം ജില്ലയിലെ ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇവരുടെ എല്ലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും മണ്ഡലത്തിലെ മറ്റ് സംഘടനകളുടെ ഉപഭാരവാഹികളും ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളി സംസാരിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെയാണ് BDJSന്റെ ജില്ലാ പ്രസിഡന്റ് MP സെൻ അദ്ദേഹം പ്രമേയം എന്ന നിലയിൽ ഒരു കാര്യം അവതരിപ്പിച്ചത്. കഴിഞ്ഞ 9 വർഷക്കാലമായി BDJS NDA മുന്നണിയുടെ ശക്തമായ ഘടകകക്ഷിയായി നിലനിൽക്കുമ്പോഴും അവഗണന മാത്രമാണ് BJPയിൽ നിന്നും BDJSന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അർഹമായ ഒരു പരിഗണനയും നൽകുവാൻ ആ നേതൃത്വം തയ്യാറായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ ശക്തമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ BDJSന് കഴിഞ്ഞു. എന്നാൽ ആത്മാർത്ഥമായ ഒരു ചേർത്ത് പിടിക്കൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വലിയ നിരാശയാണ് നമുക്ക് സമ്മാനിച്ചത്. ഇങ്ങനെ അവഗണന തുടർന്നുകൊണ്ട് ഈ മുന്നണിയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇടതു മുന്നണിയിലോ അല്ലെങ്കിൽ UDFന്റെയോ ഭാഗമാവാൻ തയ്യാറാകണം.
ഈ ഇരു മുന്നണികളും നമ്മളെ കൂടെ കൂട്ടാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അവഗണന സഹിച്ചുകൊണ്ട് ഈ NDAയുടെ ഭാഗമായി നിൽക്കുന്നത്? അതുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കുവാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കണം. ഇത് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ MP സെൻ തീരുമാനമായിട്ട് ഈ കമ്മിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രമേയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. മനു, ഏതായാലും അത്തരത്തിലൊരു പ്രമേയം അവർ പാസ്സാക്കിയിരിക്കുന്നു. ആ പ്രമേയത്തിൽ തുടർ നടപടികൾ സംസ്ഥാന നേതൃത്വമൊക്കെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും BJP-യെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDA സംബന്ധിച്ച് ആദ്യം BJP-യിലെ തമ്മിലെടുത്ത് തീർക്കണം, അതിനുശേഷം വേണം അവർക്ക് ഘടകകക്ഷികളിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.